ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിന്നൂസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നേരെ വീഡിയോ കണ്ടോളൂ. അസ്സലാമു അലൈക്കും. അപ്പോൾ കടലക്കറി ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ 2 സവാളയും 1 ക്യാരറ്റും 3 പച്ചമുളകും ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാരറ്റും സവാളയൊക്കെ തീരെ കനം കുറച്ചിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ചെറിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് ഞാൻ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. കടല 2 കപ്പ് കടല തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ ഒരെണ്ണം മതിയാവും. ഞാൻ ഇനി ഒരു കുക്കറിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന കടല അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ചെറിയ പീസാക്കി അതും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് കുക്കറിൽ വെച്ചിട്ട് ഒരു 3 വിസിൽ കേൾപ്പിച്ചെടുക്കാം. കടല വേവുന്ന സമയത്ത് നമുക്കിതെല്ലാം കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. കടുക് താളിക്കാൻ വേണ്ടി ഞാൻ 2 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊക്കെ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി ചേർക്കാം. കറിവേപ്പിലയിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരുന്നു കേട്ടോ, അതാണ് ഇങ്ങനെ പൊട്ടിത്തെറിച്ചത്. നമുക്കതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇവിടെ അതിശക്തമായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, അതാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും സവാളയും ക്യാരറ്റൊക്കെ എല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണം. നമുക്ക് നല്ലതുപോലെ ഇതിനൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് ആവിയിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ഏകദേശം ഒരു 5 മിനിറ്റായി. നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി നമുക്കൊന്ന് ആവിയിൽ വെച്ചിട്ട് അടപ്പ് മൂടി ഒന്ന് വേവിക്കാം. അപ്പോഴത്തേക്ക് നല്ലതുപോലെ വെന്ത് വരും. ആ സമയത്ത് ഞാൻ 1 പിടി തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ല മഷിയായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പം നമ്മുടെ സവാളയും ക്യാരറ്റൊക്കെ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. എരിവ് കുറഞ്ഞ മുളക് പൊടി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ചേർക്കുന്നത്. നല്ല എരിവുള്ളതാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാകും. ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഈ മസാലയുടെ പച്ച മണമൊക്കെ മാറുന്നത് വരെ നല്ലതുപോലെ ഇതിനെ ഒന്ന് മിക്സ് ആക്കണം. നമ്മുടെ കടല ഇവിടെ വെന്തിരിപ്പുണ്ട്. 3 വിസിൽ ഞാൻ കേൾപ്പിച്ചു. ആവിയൊക്കെ പോയി കാണും. നമുക്ക് നോക്കാം എന്താ എന്ന്. നമ്മുടെ കടലയും ഉരുളക്കിഴങ്ങൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഉരുളക്കിഴങ്ങിനെ ഒരു തവി വെച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി കടല നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പം കടല വേവിക്കാൻ വെച്ചപ്പോഴത്തേക്ക് 1 ഗ്ലാസ് വെള്ളമേ വീത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വെള്ളം കുറവായതുകൊണ്ട് ഞാനിപ്പോൾ ഒരു അഡീഷണലായിട്ട് ഞാൻ 1 കപ്പ് വെള്ളവും കൂടി ഞാൻ നല്ലപോലെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഹൈ ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കാം. നല്ലതുപോലെ ഇതിനൊന്ന് മിക്സാക്കി എടുക്കണം. ഒരു 5 മിനിറ്റ് നമുക്കിതിനെ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം
ഞാൻ ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അടപ്പ് മൂടി വെച്ചിട്ട് 1 മിനിറ്റും കൂടി നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കാം. ഉപ്പും എരിവൊക്കെ എല്ലാം നല്ല പാകത്തിനുണ്ട്. ഏകദേശം 1 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. 1 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കൂടി വീത്തി കൊടുക്കണം. തേങ്ങ അരിച്ചൊന്നും എടുക്കണ്ട, നല്ല മഷി പോലെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. അതേപോലെ അങ്ങ് വീത്തിയാൽ മതി. അതും കൂടി ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കണം. പിന്നെ തിളപ്പിക്കാനൊന്നും നിൽക്കേണ്ട. തേങ്ങാപ്പാൽ വീത്തിയതിന് ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഏകദേശം 1 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇങ്ങനെ മിക്സാക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കടലക്കറി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ വരുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവർക്കും കടലക്കറിയുടെ വീഡിയോ ഇഷ്ടമായോ? ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സൂപ്പർ ഡിഷാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.